ഹലോ എല്ലാവരും. വിവരങ്ങളും വിശകലന സേവനവും നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗുരു കഴലത്. കമ്പനിയുടെ സംഗ്രഹ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം. സംശയാസ്പദമായ ഓർഗനൈസേഷന്റെ എല്ലാ സൂചകങ്ങളും കൂടുതൽ സൂക്ഷ്മമായി പരിഗണിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ പ്രധാന അടിസ്ഥാന സൂചകങ്ങൾ വിശകലനം ചെയ്യും. 2025 ഓഗസ്റ്റ് 6 വരെയുള്ള നിലവിലെ വിവരങ്ങൾ ഉപയോഗിച്ചാണ് അവലോകനം സൃഷ്ടിച്ചത്. വർഗീകരണം അനുസരിച്ച് ഗുരു കഴലത് കമ്പനി ലനൻറെ ഉപവിഭാഗത്തിൽപ്പെടുന്നു. ദമ്രഹ്നത് 39 കമ്പനികൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു. ഈ വീഡിയോയുടെ അവസാന പരിഹാരങ്ങൾ കണ്ടെത്തുക. സംശയാസ്പദമായ കമ്പനിയുടെ മൊത്തത്തിലുള്ള സ്കോർ -10 പോയിന്റിൽ 7.5. ഉപവിഭാഗത്തിനുള്ള ശരാശരി സ്കോർ 2.6 പോയിന്റ്. നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ പൊതുവെ മാർക്കറ്റിന്റെ ചട്ടക്കൂടിനുള്ളിൽ നമുക്ക് കാണാം മൊത്തത്തിൽ മാർക്കറ്റിന്റെ ശരാശരി ഫലം 1.7 പോയിന്റാണ്. ഒരു മൈനസ് റേറ്റിംഗിനെതിരെ കമ്പനിക്ക് 7.5 പോയിന്റ്. കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു ഉപവിഭാഗം കമ്പനികളും. കഴിഞ്ഞ 12 മാസമായി കമ്പനിയുടെ ഓഹരികൾ നമുക്ക് കാണാൻ കഴിയും. 18.5% ചലനാത്മക കാണിച്ചു. 7% എന്ന ഉപവിഭാഗത്തിലെ വില ചലനാത്മകതയ്ക്കെതിരെ സ്ഥാപനത്തിന്റെ വിപണി മൂലധനവൽക്കരണം $1.84 ബില്യൺ. ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം $214 ബില്യൺ ആണ്. കമ്പനിയുടെ പുസ്തക മൂല്യം $0.58 ബില്യൺ ആണ്. $88 ബില്യൺ ഉപവിഭാഗത്തിന്റെ പുസ്തക മൂലധനം. സ്റ്റോക്ക് മാർക്കറ്റും ബുക്ക് വാല്യൂ ഷെയറുകളും താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. പങ്കിടുക ധനം ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തൽ 0.86%. പുസ്തക മൂല്യം 0.665%. ഉപവിഭാഗത്തിൽ കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും മൂല്യനിർണ്ണയം മോശം -1 പോയിന്റ്. കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകൾ $2 കൂടെ 29 ബില്യൺ ആണ്. പുസ്തക മൂല്യത്തിലേക്കുള്ള കടം കമ്പനിയുടെ ഇക്വിറ്റിയുടെ 393%. കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ നിലവാരം വിലയിരുത്തൽ വളരെ മോശം -2 പോയിന്റ്. കമ്പനിയുടെ വിപണി വിലയും അതിന്റെ ലാഭവും തമ്മിലുള്ള ബാലൻസ് 0 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി 16.7 ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും ലാഭാനുപാതവും വിലയിരുത്തൽ വളരെ മോശം -2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $369 മില്യൺ ആണ്. അടുത്ത 12 മാസത്തെ ഫോർവേഡ് വരുമാനം അജ്ഞാതമാണ്. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ മോശം -1 പോയിന്റ്. കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും 0.4 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി 1.3 ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $5140 മില്യൺ ആണ്. അടുത്ത 12 മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം അജ്ഞാതമാണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന വോള്യങ്ങളുടെ സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം -1 പോയിന്റ്. വിൽപ്പന മാർജിൻ -7.2%. ഉപവിഭാഗത്തിന് ശരാശരി 8%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ ടോലറ്റ് -0.5 പോയിന്റ്. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം 0.239%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 260% കുറവാണ്.
കമ്പനിയുടെ ഓരോ ജീവനക്കാരനും വിപണി മൂലധനം $1,250,000 തുല്യമാണ്. ഉപവിഭാഗത്തിന് ഇത് $348,000. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ പാസാബിൾ 0 പോയിന്റുകൾ. കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭം -$250,300,000 ആണ്. ഉപവിഭാഗത്തിൽ ശരാശരി $20,9,000. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് -0.5 പോയിന്റ്. കമ്പനിയുടെ ഒരു ജീവനക്കാരന്റെ വരുമാനത്തിന്റെ പങ്ക് $3,486,000 ആണ്. ഉപവിഭാഗത്തിൽ $260,000. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ വിഹിതത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് -0.5 പോയിന്റ്. ഹ്രസ്വ ഇടപാടുകളുടെ അളവ് 22.2%. ഉപവിഭാഗത്തിന് ശരാശരി 3.6%. സാങ്കേതിക സൂചകം JD14 കമ്പനിക്ക് 64% ലെവൽ കാണിക്കുന്നു. ഉപവിഭാഗത്തിൽ ഈ നില 52%. കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം $2 കൂടെ 51 സെന്റ് ആണ്. കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം $0 കൂടെ 92 സെന്റ് ആണ്. ഓർഡർ ടേബിൾ നോക്കാം, അത് നിങ്ങൾക്ക് ലഭ്യമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. മൂല്യനിർണ്ണയ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഒരു നിശ്ചിത സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഗുരുക്കാരിലേത് ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. കമ്പനിയുടെ സെക്യൂരിറ്റികളുടെ മൂല്യനിർണ്ണയത്തിന്റെ ഫലമായി സ്റ്റോക്ക് മൂല്യനിർണ്ണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരുക്കാരിലേത് ഇനിപ്പറയുന്ന തീരുമാനം എടുക്കുന്നു. $2 കൂടെ 52 സെന്റിന് ഒരു വിൽപ്പന വ്യാപാരം തുറക്കുക. കമ്പനിയുടെ താരതമ്യേന കുറഞ്ഞ മൂല്യനിർണ്ണയവും വിലയിലെ മാറ്റവും കാരണം ഡീൽ തുറന്നിരിക്കുന്നു. അക്കിമിന്റെ സൂചിക വിലയിരുത്തൽ രീതി ഉപയോഗിച്ചാണ് സ്ഥാപനത്തെ വിലയിരുത്തിയത്. എടുക്കുക ലാഭം 0.76 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 4.28 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ. ഈ സാഹചര്യത്തിൽ 2025 സെപ്റ്റംബർ 5 ട്രേഡിംഗിന്റെ അവസാനം ഓർഡർ സ്വയമേവ അടയ്ക്കും. അല്ലെങ്കിൽ നിശ്ചിത തീയതിക്ക് മുമ്പുള്ള അവസാന ട്രേഡിംഗ് ദിവസം. ടിക്കർ $7 ആണ് പ്രധാന വാങ്ങൽ ഇടപാട്. പ്രധാന ഓർഡറിലെ വീഡിയോ ഇതിനകം ചാനലിൽ പ്രസിദ്ധീകരിച്ചു. ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ് 1. വിപരീത ക്രമം യഥാർത്ഥ വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു. അവസാനം വരെ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും വലിയ നന്ദി. ഗുരുക്കാരിലേത്.